എന്നെ പിടിച്ച് സോഫയിലകത്ത് കടത്തലും കഴുത്തിൽ കത്തി വെക്കലും. എന്റെ ചെറിയ മോളുണ്ടായിരുന്നു, മോളെ പിടിച്ചിട്ട് മുടിക്ക് പിടിച്ചിട്ട് മണ്ണെണ്ണ ഒഴിക്കാം. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഓരോ മനുഷ്യനും പറയുന്ന ഒരു വാക്കുണ്ട്: ആളൂർ വക്കീലും പിന്നെ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ ഏത് കുറ്റവാളിയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന നിലയ്ക്ക് നിർത്താമെന്ന ആ വചനം തന്നെയാണ് ഇവിടെയും പാലിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഡിഷ് നിധിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത കോഡിഷ് നിധി ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന അബ്ദുള്ള കുട്ടിയുടെ വീട്ടിൽ കയറുകയും സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു എന്നതായിരുന്നു കേസ്. അദ്ദേഹത്തെയും കുടുംബത്തെയും കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നതും. അതുമായി ബന്ധപ്പെട്ട ഇന്ന് വലിയൊരു ദൗത്യത്തിന് ആളൂർ വക്കീൽ തുടക്കമിട്ടിരിക്കുകയാണ്. അബ്ദുള്ള കുട്ടിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് BA ആളൂർ. നോക്കൂ, കോഡിഷ് നിധി എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥയായ അബ്ദുള്ള കുട്ടി ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തിയിരുന്നു. അതിലെ ചെറിയ ക്രമക്കേടുകൾ വലിയ ക്രമക്കേടുകളായിട്ട് പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ജയിലിൽ പോവുകയും ജയിലിൽ പോയതിനു ശേഷം തിരിച്ചു വന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ് എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി: അവരുടെ സ്റ്റാഫ് തന്നെയായിരുന്ന ഒരു വ്യക്തിയാണ് ഇതിന് പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ജയിലിൽ പോയതിനു ശേഷം കുറെ കേസുകളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ വന്നപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ രഹസ്യം എന്താണ്, ഇങ്ങനെ കേസുകൾ വരാനുള്ള സാഹചര്യം എന്താണ് എന്ന് ഞാൻ ചോദിച്ചറിയുന്നത്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഉപദ്രവിക്കുകയും കൊല്ലാൻ പോലും ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി നൽകി. പോലീസ് പറഞ്ഞു, ഇത് പഴയ കേസാണ്, ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ മേലുദ്യോഗസ്ഥരെ കണ്ട് SP പരാതി കൊടുത്തു. അതിനുശേഷമാണ് നമ്മൾ നിലമ്പൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ പരാതിയുമായിട്ട് പോകുന്നത്. കോടതി ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് അതിൽ നമ്മൾ കൊണ്ടുവന്ന എല്ലാ വാദമുഖങ്ങളും, നമ്മളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോടതി പരിഗണിച്ച് ഈ കേസ് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് കോടതി കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും നോട്ടീസ് അയച്ചത്. അപ്പോൾ സത്യമായ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അബ്ദുള്ള കുട്ടി കോടതിയിൽ പറയുകയും അതനുസരിച്ച് കോടതി നടപടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തെല്ലാം ഒഫൻസ് ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? തീർച്ചയായിട്ടും 420, അതുപോലെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള 307, അതുപോലെ മറ്റ് ഭീഷണിപ്പെടുത്തി, പിന്നെ ചതിച്ചും വഞ്ചിച്ചും കേസുകൾ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ്, പ്രധാനപ്പെട്ട വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ്, ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ കേസ് നമ്മൾ ഫയൽ ചെയ്തത്. അതനുസരിച്ച് കോടതി നടപടികൾ എടുക്കുകയും ചെയ്തു. ഈ അബ്ദുള്ള കുട്ടി തന്നെയാണ് പരാതിക്കാരൻ? തീർച്ചയായിട്ടും. മറ്റാരും പരാതിക്കാരായിട്ട് വന്നിട്ടില്ല. ഈ അബ്ദുള്ള കുട്ടിയുടെ വീട്ടിൽ കയറി ഭാര്യയെ മക്കളെയൊക്കെ ഉപദ്രവിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അവരുടെ പരാതി എന്തെങ്കിലും? അല്ല, അവര് ഈ കേസിലെ സാക്ഷികളാകും. അവര് സാക്ഷികളായിട്ട് പോലീസിന് മൊഴി കൊടുക്കും. അതനുസരിച്ച് കേസ് മുന്നോട്ട് പോകും. ഈ കുറ്റവാളികളെ അറിഞ്ഞോ അറിയാതെ സഹായിക്കുന്നവരും കുറ്റക്കാരാകുകയില്ലേ? തീർച്ചയായിട്ടും. അതിനെ അബേറ്റ്മെന്റ് എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിലേ അവരും ഈ കേസിലെ പ്രതിയാകും. അങ്ങനെ അബ്ദുള്ള കുട്ടിയുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടി എന്നോട് പറയുക ഇന്ന ആളുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും കൂട്ടുപ്രതികളാക്കിക്കൊണ്ട് ഇനിയും കേസിൽ ഇവരെ പ്രതിയാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് തന്നെയാണ് അഡ്വക്കേറ്റ് BA ആളൂർ. അദ്ദേഹം ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പറഞ്ഞു നൽകി. എന്തായാലും ശരി, ഈ ഒരു വിഷയത്തിൽ പെട്ടിരിക്കുന്ന വയനാടും കോഴിക്കോടും സ്ഥിതി ചെയ്തിരുന്ന കോഡിഷ് നിധി ലിമിറ്റ് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന അബ്ദുള്ള കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമ്മുടെ പ്രേക്ഷകർ കേൾക്കണം. നമസ്കാരം. താങ്കളുടെ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് BA ആളൂർ. താങ്കളുടെ ഒരു വലിയൊരു കേസ് നൽകുകയും ചെയ്തല്ലേ, പരാതി കൊടുത്തു. അത് 4 വർഷത്തിന് ശേഷം അല്ലേ? വലിയൊരു നിയമ പോരാട്ടമാണ്. താങ്കൾക്ക് എന്താണ് സംഭവിച്ചത്? 2020 വർഷത്തിലെ ഡിസംബർ മാസത്തിലാണ് എന്റെ വീട്ടിൽ കയറി. വെളുപ്പിന് ഒരു 5:45-6 മണിയോടുകൂടി ഒത്തിരി പേര് വീട്ടിൽ കയറി പല ആക്രമണം നടത്തി. എന്നെ പിടിച്ച് സോഫയിലകത്ത് കടത്തലും കഴുത്തിൽ കത്തി വെക്കലും. എന്റെ ചെറിയ മോളുണ്ടായിരുന്നു, മോളെ പിടിച്ചിട്ട് മുടിക്ക് പിടിച്ചിട്ട് മണ്ണെണ്ണ ഒഴിക്കാൻ ഒരുങ്ങിയ സമയത്തേക്കാണ് പെട്ടെന്ന് പ്രശ്നങ്ങളായി. ഞാനത് തട്ടി മാറ്റി എന്റെ കഴുത്തിൽ വെച്ച കത്തിയെല്ലാം വെച്ചിട്ട് ഇവിടെ മുറിഞ്ഞു പോയി. അന്നത്തേക്ക് ഞാൻ പുറത്തേക്ക് ഓടിപ്പോയി. ആ സമയത്ത് വീട്ടിൽ കയറി ആക്രമണം നടത്തി. എന്റെ മോളെയും ഭാര്യ എല്ലാവരും ഉപദ്രവിച്ചു.
പക്ഷെ അന്ന് എന്റെ വീട്ടിൽ നിന്ന് പിന്നെ ഒരു എത്രയോ പവൻ സ്വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി അവിടെ നിന്ന് കൊള്ളയടിച്ചു. പിന്നെ 15 ലക്ഷത്തോളം രൂപ കൊണ്ടുപോയി. ഇതെല്ലാം അവർ ചെയ്തു. ഈ ചെയ്തവരെയൊക്കെ താങ്കൾക്ക് തിരിച്ചറിയാം? അറിയാം, 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 എല്ലാവരും അറിയാം. അറിയാം. എല്ലാവരും ഓ അറിയാം. എങ്ങനെയാ പരിചയമുള്ളവരായിരുന്നു? അത് എന്റെ സ്റ്റാഫുകളുണ്ട്, ആ സ്റ്റാഫുകളെ കൂടെ വന്നവരുണ്ട്. ഈ സ്റ്റാഫ് എന്ന് പറയുന്നത് കോടീശ്വരി ലിമിറ്റഡിന്റെ സ്റ്റാഫുകൾ. അതെ. അവരുടെയൊക്കെ പേരിൽ താങ്കൾ ഇപ്പൊ പരാതി കൊടുത്തു അല്ലേ? അതെ. അവരെന്തൊക്കെ കുറ്റകൃത്യമാണ് ചെയ്തത്? അതായത് എന്നെ എന്റെ മക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നതാണ് അവര്. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും വലിയൊരു കാരണമുണ്ടാകും. എന്റെ സ്ഥാപനമാണ്, എന്റെ പേരിൽ നിൽക്കുന്ന സ്ഥാപനമാണ് കോടീശ്വരി ലിമിറ്റഡ്. ഇതിനകത്ത് ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഈ ഓഡിറ്റ്, അതിനകത്ത് സ്റ്റാഫുകളുണ്ട്. ഈ ഓഡിറ്റ് നടത്തിയ സമയത്തേക്ക് എനിക്ക് അതിനകത്ത് കുറച്ച് പൊരുത്തക്കേട് കണ്ടുപിടിക്കാൻ പറ്റും. സാമ്പത്തിക സംശയങ്ങൾ വന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞത് രണ്ടാമത് മറ്റൊരാളെ കൊണ്ട്, പുറത്തൊരാളെ കൊണ്ട് ഓഡിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ കാരണം ഉണ്ടായത്. ആ ഓഡിറ്റ് എന്തിനാ, ഈ ഓഡിറ്റാണ് ഇതിന്റെ യഥാർത്ഥ ഓഡിറ്റ് എന്നാണ് പറഞ്ഞിട്ടാണ് ഇത് പ്രശ്നങ്ങൾ തുടങ്ങിയത്. എന്റെ സ്റ്റാഫുകള് മുഴുവൻ പേരും അതായത് ഓഡിറ്റ്, ഇവന്റെ ഹെഡ് ഓഫീസിലെ സ്റ്റാഫുകളുണ്ട്, അവരാണ് ഓഡിറ്റ് ചെയ്യുന്നത്. മറ്റുള്ള പിന്നെ ബ്രാഞ്ചിലെ എല്ലാ കാര്യങ്ങളും ഇവരെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നത്. അവരോട് ഞാനത് 1-2 കാര്യങ്ങൾക്ക് സംശയം വന്നതുകൊണ്ട് ഞാനത് ചെക്ക് ചെയ്തു. ആ സമയത്താണ് എനിക്കൊരു ചെറിയൊരു സാമ്പത്തിക ക്രമക്കേട് കണ്ടത്. അന്നേരം ഞാൻ വിളിച്ചു പറഞ്ഞത് രണ്ടാമതൊരു ഓഡിറ്റ് ചെയ്യണം, ഒരു പുറത്തൊരാളെ വെച്ചിട്ട് നമുക്ക് ഓഡിറ്റ് ചെയ്യാം. കാരണം ഇത് ജനങ്ങളെ ഡെപ്പോസിറ്റ് ആണ്, ഇത് വലിയൊരു പ്രശ്നങ്ങളായി തീരാൻ പാടില്ല. ആ ഒരു ഓഡിറ്റ് ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞതാണ് ഇത് മെയിൻ പ്രശ്നം. എന്നെ എന്റെ കുടുംബത്തെ ഇല്ലാതാക്കാനോ ലക്ഷ്യം വെച്ചത്. കാരണം അത് ഞാനോ എന്റെ കുടുംബം ഇല്ലെങ്കിൽ അതിനകത്ത് ഈ ഓഡിറ്റ് പ്രശ്നമോ മറ്റുള്ള പ്രശ്നങ്ങളോ അതിനകത്ത് ഇല്ല. ഇതെല്ലാം അവിടെ ആ ഓഡിറ്റോട് കൂടി അത് മൂടി വെച്ചു. പിന്നെ ഓഡിറ്റ് ചെയ്തായിരുന്നു, പിന്നെ ചെയ്യാൻ സമയം കിട്ടുന്നില്ലല്ലോ, അന്നേരല്ലേ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ജനങ്ങളുടെ നിക്ഷേപം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം, കിട്ടണം. അതിനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഇത് യഥാർത്ഥ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് വരെ എനിക്കത് വിശ്രമമില്ല. ഞാൻ നിയമത്തിലൂടെ പോരാടാൻ തയ്യാറായിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കും കോടതി, എനിക്കും പോലീസിൽ എനിക്ക് വിശ്വാസമുണ്ട്, കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. എനിക്കും നിയമം, നിങ്ങൾക്കും നിയമം, എല്ലാവർക്കും ഒരേ നിയമമാണ്. ആ നിയമത്തിന്റെ മുന്നിൽ ഞാൻ ഇത് കൊണ്ടുവരും. അപ്പൊ ഈ താങ്കൾക്ക് ഈ സാമ്പത്തിക പൊരുത്തക്കേട് കണ്ട് സംശയം തോന്നി റീ ഓഡിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതാണ് ഈ പ്രശ്നങ്ങൾ? അതെ, അതാണ് കറക്റ്റ് അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. അതന്നെ, അതിലാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. അതിനകത്ത് പക്ഷെ 9 പ്രതികളെ എനിക്ക് അറിയുള്ളൂ, ബാക്കിയുള്ള പുറത്തുണ്ട്. വെളുപ്പിന് അത് അവിടെ അയൽവാസികളോട് അറിയാം. അത്രയും പ്രശ്നങ്ങളായി. അവര് ഇപ്പോഴും എന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഞാൻ എന്റെ ഇവിടെ പറ്റി രക്തത്തിൽ കുളിച്ചിരിക്കുന്ന ഷർട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, കത്തി വെച്ചു. അന്നേരം മോളെ എന്റെ ചെറിയ മോളെ കത്തി കഴുത്തിൽ വെച്ചിട്ട് 2 ആള് പിടിച്ചിട്ട് എന്നെ പിന്നെ കൈ പിടിച്ചിട്ടുണ്ട്, കാല് ചവിട്ടിയിട്ടുണ്ട്. സ്റ്റാഫുകളെ കൂടെ ഉള്ളവരും അവർ പിടിച്ചു. ആ സമയത്താണ് പിന്നെ മോളെ പിടിക്കുന്ന സമയത്താണ് ഞാൻ കൊതറിയത്. കുറെ സമയത്താണ് എന്റെ കൈ ഇവിടെ തട്ടിയത്. ഇവിടെ ഒരു പാടുണ്ട്. അതിൽ പിന്നെ ബ്ലഡിൽ കുടിച്ചു നിൽക്കുന്ന സമയത്ത് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നിട്ടാണ് എന്നെ വേറൊരു ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. എന്റെ സ്റ്റാഫുകൾക്ക് എന്നെ കുറിച്ച് അറിയാം. പക്ഷെ എന്റെ കൂടെ നിന്നവര്, അത്രയും വിശ്വസിച്ചു പോയ ഒരാള്, ആ ആള് നിലമ്പൂർക്കാരൻ, ഞാൻ പറഞ്ഞു മുമ്പ് ഒരു പിന്നെ ഡ്രൈവറായിരുന്നു പറഞ്ഞ ആള്, ആ ആള് ഈ സ്റ്റാഫുകളെ പറഞ്ഞ് ഒരു തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ സ്റ്റാഫുകൾ അതിലേക്ക് വീണത്. അത് യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ആൾക്ക് എന്റെ എല്ലാ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളന്ന് ഫോൺ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതാണ് എന്റെ കാര്യങ്ങൾ നോക്കുന്നതും. അതെ. അദ്ദേഹം അതിലൊരു ഇപ്പം പിന്നെ എന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് എടുക്കുന്ന സമയത്ത്, എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലീസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നു ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത്. അന്നേരം അദ്ദേഹം എന്തോ അതിനകത്ത് പിന്നെ ചെക്ക് മാറിയ ഡേറ്റും പിന്നെ എമൗണ്ട് അതിനകത്ത് കണ്ടു. അപ്പൊ അദ്ദേഹത്തിനോട് അടക്കാൻ പറഞ്ഞു. എനിക്കൊരു എന്റെ വക്കീൽ നോട്ടീസ് വന്നു. ഞാൻ പൈസ കൊടുക്കാനുണ്ട്, ഒക്ടോബറിൽ കണ്ടു. ഒക്ടോബറിൽ ഞാൻ വേറെ ഒരു പിന്നെ അവിടെ അടുത്തുള്ളൊരു ചാരംകുളത്തിലൊരു പയ്യൻ, ചന്തക്കുന്ന് അടുത്തുള്ളൊരു പയ്യനെ പിന്നെ അവന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പൈസ കടം വാങ്ങി ഒരു നാടകീയമായ സംഭവം, ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് നോട്ടീസ് അയച്ചു. അപ്പൊ ആ പറയുന്ന പയ്യന് ഞാൻ പരിചയമില്ല, ഒരു ബന്ധവുമില്ല. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ എന്താ പറയാ, ഇവരെ ഈ ഒക്ടോബർ മാത്രമല്ല ഈ ഓഗസ്റ്റ് എന്ന് പറയുന്ന സമയത്തേക്കും ഞാൻ ഈ വ്യക്തിയായിട്ട് കണ്ടിട്ടുമില്ല, പരിചയം ഒന്നുമില്ല, ടച്ചേ വിട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഈ കേസായ സമയത്തേക്കും ആളായിട്ട് ബന്ധമില്ല. ഈ കേസിൽ തന്നെ ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്തേക്കും ഈ പറഞ്ഞ ആളെ സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞ അവരവിടെ കടന്നോട്ടെ, എന്തിനായിക്കോട്ടെ, നമുക്ക് നമ്മളെ കാര്യം നോക്കാം. നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കണ്ടേ, നിങ്ങൾക്ക് വേണ്ട സംഘം ചെയ്തരണ്ടേ.
പക്ഷെ എനിക്കിത് ചെയ്യാതെ മാറി നിന്ന് മറ്റുള്ളവരെയും പിന്തിരിപ്പിക്കുക. മനസ്സിലായോ? വീട്ടിൽ പോയിട്ട് അതെ, സുഹൃത്തും മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും എന്നെ ഞാൻ എങ്ങോട്ട് പോകുന്നുണ്ടോ എന്റെ കൂടെ വേണം, എന്റെ കാര്യങ്ങൾ നോക്കുന്നു. വേറെ ഒരു ഇതിനകത്ത് വരുന്നത് അദ്ദേഹമാണ് താങ്കളെ ചതിച്ചത് എന്ന് കൂടെ നിന്ന് ചതിച്ചതെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? അതെ. അല്ലേ? ഓ അദ്ദേഹം തന്നെയാണ്. അതെ അതെ അല്ലേ? അതെ. കാരണം ഞാൻ അന്ന് നിങ്ങൾ വിളിച്ച സമയത്ത് പറഞ്ഞിരുന്നു, എന്നെ ഫറൂഖിൽ കൊണ്ടുപോയിട്ട് എന്റെ സ്റ്റാഫുകൾ കൊണ്ടുപോയി ലെമോഷൻ ഇന്ന് ഹോട്ടലിൽ വെച്ചിട്ട് എന്നെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് അന്ന് ഞാൻ ഇയാളെ വിളിച്ചിട്ട് അതൊന്ന് പറഞ്ഞു തീർക്ക്. കാരണം ഇവര് എന്റെ സ്റ്റാഫുകളായിട്ട് നല്ല ബന്ധമാണ്, വിളിച്ച് തീർക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ അദ്ദേഹം പറയുന്നതാ, ഞാനിവിടെ സ്ഥലത്തില്ല. പക്ഷെ അദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ എനിക്ക് അറിയില്ലായിരുന്നു അന്ന്. പിന്നീടാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്, ഇദ്ദേഹമാണ് ഇതിന്റെ ബാക്കിൽ കളിക്കുന്നത്. പക്ഷെ വേറൊന്നുണ്ട്, ഇത് ഇപ്പം നാട്ടിൽ പ്രചരിപ്പിക്കുന്ന വേറൊരു സംഭവമുണ്ട്. ഞാൻ അന്നൊരു വോയിസ് അയച്ചോ അതോ ഫോണിൽ വിളിച്ച് റെക്കോർഡ് ചെയ്ത് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് പൈസ തരുമോ, മറ്റുള്ള കൊടുക്കാൻ വേണ്ടി വേണേ തിരിച്ചു തരാം. അതെ, അതേപ്പോ എന്റെ കാശ് അയാളെ കയ്യിലല്ലേ. ഇത് കണ്ടിച്ചില്ലേ, ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വാങ്ങിച്ചാൽ മതിയല്ലോ. അദ്ദേഹത്തിന് കൊടുക്കുന്നത്, ഞാൻ നിങ്ങളെ കൂടെ വന്നപ്പോ നിങ്ങളെ പിടിക്കാൻ തരും. അത് അദ്ദേഹം ബിസിനസ് നടത്തുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാം. ആൾക്ക് ബിസിനസ് എന്തായാലും എല്ലാവർക്കും അറിയാം, ജോലി എന്താണെന്നില്ലേ. ഇത് ആ ഒരു ഓഡിയോ വെച്ചിട്ടാണ് മറ്റുള്ളവർ കാണിക്കുന്നത്. അതിന് മുമ്പുള്ളതോ ശേഷമുള്ളതോ ആരും കാണുന്നില്ല. ഇപ്പൊ താങ്കളുടെ എന്തെങ്കിലും സാമ്പത്തികം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. ഒത്തിരി സാമ്പത്തികം. ഒത്തിരി സാമ്പത്തികം. എങ്ങനെയാ, താങ്കൾ കടമായി കൊടുത്തതാണോ അതോ താങ്കളെ പറ്റിച്ചാണോ? അല്ല, ഞാൻ പറയും ഈ വിഷയത്തിൽ ഞാനത് വരുന്ന സമയത്ത് എന്റെ ക്യാഷ് എല്ലാം എന്റെ ബാഗിലുണ്ടെന്നല്ല അദ്ദേഹത്തിന് കൊടുക്കുക, ബിസിനസ് ആയിട്ട് നടത്താൻ വേണ്ടി. അത് നിങ്ങൾ ഇയാൾ അഡ്വക്കേറ്റിനോട് പറഞ്ഞു തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടും കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് നിയമം എനിക്കും നിങ്ങൾക്കും പറഞ്ഞ എല്ലാവർക്കും ഒന്നാണ് അല്ലേ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ കോടതി, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പോലീസിലും കോടതിയിൽ വിശ്വാസമുള്ള ഒരാളാണ്. ഞാൻ ആ നിയമത്തിന്റെ മുന്നിലേക്ക് പോകുന്നത്. അത് ഏതറ്റം വരെ ഞാൻ പോവും. ഇത് യഥാർത്ഥ ആളുകളെ ഞാൻ വിളിച്ചിട്ട് കൊണ്ടുവരും. ഞാൻ അതിനൊരുങ്ങിയതാണ്, അതിനിറങ്ങിയതാണ്. അപ്പൊ ഈ പറയുന്ന 9 പ്രതികൾ മാത്രമല്ല ഇതിലുള്ളത്? അല്ല, ഇതിനകത്ത് വേറെ ഉണ്ട്. കേസ് മുന്നോട്ട് വരുമ്പോഴേ അവരെല്ലാം പുറത്തു വരും. അതെ. താങ്കൾ അതിനു വേണ്ടി പോരാടും. താങ്കൾക്ക് ഭയം വല്ലതുണ്ടോ? എന്തിന്? ഇതെല്ലാം കഴിഞ്ഞു പോയതല്ലേ. കാരണം ഞാൻ അത്തരം അനുഭവിച്ചിട്ടുണ്ട്, അത്തരം വേദന അനുഭവിച്ചു. ഒരു പ്രസ്ഥാനം, ഞാൻ ചെയ്ത തെറ്റെന്താണ്? എത്രയോ പേർക്ക് ജോലി കൊടുത്തു. അവരെല്ലാം ജോലി കളഞ്ഞ ആളല്ലേ ഇയാള്? ആണോ? ജോലി എന്റെ അടുത്ത് നിന്ന് ശമ്പളമായിട്ട് ഒരു നേരെങ്കിലും വീട്ടിലേക്ക് അരി വാങ്ങിയിട്ടുണ്ടോ? അവരെ വരെ തെറ്റിദ്ധരിപ്പിച്ചു. എന്റെ കൂടെ നിന്ന് എന്നെ മനസ്സിലാക്കിയിട്ട്, അതായത് ഇപ്പൊ ഒരാളെ കൂടെ പോകുന്ന ഒരാളെ കുഴിയിലേക്ക് ചാടിക്കല്ലേ വേണ്ടത്, അതിൽ പോകാൻ പാടില്ല, അതിനകത്ത് കുഴിയുണ്ട് അവിടെ ചാടും എന്നാ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ ഇദ്ദേഹം അതല്ല ചെയ്യാം. ചാടിക്കഴിഞ്ഞാൽ അദ്ദേഹം, കാരണം എന്റെ കയ്യിലല്ല സാധനം അവിടെ കയ്യിൽ വെച്ചല്ലോ, ഞാൻ കുഴി ചാടി അദ്ദേഹത്തിന് എടുക്കാമല്ലോ. പിന്നെ മാത്രമല്ല, ഈ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്തേക്ക് അത് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ മറക്കാത്തൊരു വാക്കാണ്. കാരണം ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത പ്രശ്നമുണ്ട്. നീ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്തിട്ടോ, അതെന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. എന്തിന്? ഞാനിവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ ആര് രക്ഷപ്പെടും? അതേ രക്ഷപ്പെടും. അതെങ്ങനെയാണ്? ഞാൻ മരിച്ചു പോയ കഴിഞ്ഞില്ലേ. ഇത് ഈ സംസാരിക്കാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? എന്ത് സംഭവിച്ചെന്ന് താങ്കൾക്കല്ലേ അറിയൂ? അതെ, താങ്കളല്ലേ അതിനെ? അതെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ എന്റെ പേരിൽ വക്കീൽ നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞു. അത് അതിനകത്ത് ഒരാളുണ്ട്, അതിനകത്ത് ആളെ മുന്നിൽ വെച്ച് ക്യാഷ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആൾക്കറിയാം, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞത്. പക്ഷെ ഞാൻ അത് അദ്ദേഹത്തിന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അദ്ദേഹം പ്രതിയോ ആവും, അതാവണല്ലോ. ശരി, അദ്ദേഹം എന്നെ അറിയോ? ഞാൻ കൊടുത്ത് കണ്ടിട്ടുണ്ടോ? അന്ന് ഞാൻ എവിടെ ആയിരുന്നു? അത് ഞാൻ തെളിയിക്കും. പിന്നെ ഇപ്പം വന്ന് എന്റെ വൈഫിന്റെ പേരിലാണ്. ഏതൊരു കാലത്ത് ലോൺ അടക്കാൻ പൈസ കൊടുത്തു, അത് ഈ പറഞ്ഞ ആളെടുത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് 2 ലക്ഷത്തി സംതിങ് വേണ്ട. ഇപ്പൊ മാത്രമല്ല, അതിനകത്ത് 8,500 എന്റെ വൈഫ് വാങ്ങിച്ചു. ഇവരിപ്പോഴും താങ്കളെ പിന്തുടർന്ന് താങ്കൾ ഇതെല്ലാം തെളിയിക്കുകയും ചെയ്യും. അതിനാണ് ഈ ആളൂർ അഡ്വക്കേറ്റിനെ കണ്ടത്. അല്ലേ? ഇനി ഈ താങ്കൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, പട്ടിണി കിടന്ന ഒരു കഥയൊക്കെ പറഞ്ഞു. അതെന്താണ് സംഭവം? ഒരു മനുഷ്യന്, ഇപ്പൊ ഞാൻ നിങ്ങളെ കൂടെ നിൽക്കുമ്പോൾ, നിങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യും, സഹായിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടാവും. പക്ഷെ ഞാൻ മാറി നിൽക്കുക, ഈ പ്രശ്നത്തേക്ക് ഞാൻ ഈ പോലീസും കേസും എല്ലാം വരുന്ന സമയത്തേക്ക് ഞാൻ മാറി നിൽക്കുന്ന സമയത്തേക്ക് നിങ്ങളായിട്ട് ബന്ധമല്ല,
ബന്ധപ്പെടുന്നില്ല. നിങ്ങൾ നേരെ എനിക്ക് എതിര് പറഞ്ഞാൽ നടക്കുന്നത്. ജനങ്ങളെല്ലാം വിശ്വസിക്കുകയാണ്. അപ്പം എന്റെ കൂടെ നിന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ കക്ഷി, ടാക്സി ഡ്രൈവർ, ഈ പറഞ്ഞ കക്ഷി, ഈ ടാക്സി ഡ്രൈവർ, അതെ, താങ്കളുടെ സുഹൃത്ത്. അപ്പൊ എല്ലാ ജനങ്ങൾ വിശ്വസിച്ച് പോവാണ്. അദ്ദേഹമാണ് നാട്ടിൽ പറഞ്ഞു വരുത്തിയത്. അതെ, കാരണം അതെ മോശക്കാരൻ മാത്രമല്ല. ഇപ്പോ ഞാൻ അവന് പൈസ കൊടുക്കാനുണ്ട് ഈ രീതിക്ക്. പക്ഷെ ഇവൻ കൊടുത്ത പൈസ എവിടെ? ഇത് പിന്നെ അന്ന് പിടിച്ചിട്ട് പിന്നെ ക്രൈംബ്രാഞ്ച് പിന്നെ പോലീസ് കണ്ടെത്തിയിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് അതിനകത്ത് കണ്ട സാധനമാണ് കൊടുക്കാൻ പറഞ്ഞു. താങ്കൾ പറയുന്നത് വെച്ചാല് ഈ ഇടപാടുകാർക്കെല്ലാം താങ്കൾ കൃത്യമായി ഇദ്ദേഹത്തിന്റെ കയ്യിൽ പണം കൊടുത്തു വിടുന്നു. അതായത് നമ്മൾ ഒരുമിച്ച് പോകുന്ന സമയത്ത് ഒരു ഇടപാടുകാർ ഒരാൾക്ക് പ്രശ്നം വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ കൊടുക്കാറുള്ള ആള്, ഞാനും അദ്ദേഹം പാടെ കണ്ടുമുട്ടുമ്പോൾ പ്രശ്നങ്ങളാവും അവിടെ. അപ്പൊ ഇദ്ദേഹം എന്ത് പറയും? ഞാൻ പോയി സംസാരിക്കാം, അത് കൊണ്ടു കൊടുക്കും. അത് കൊണ്ടു കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഇത്ര എമൗണ്ട് കൊടുക്കാൻ സമയത്ത് അത് സംസാരിക്കും കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കൊടുത്തു. എന്ന് പറഞ്ഞൊരു കുറച്ച് സമയം 3 മാസം പിന്നെ ടൈം ചോദിക്കണം. പിന്നെ എൻ്റെ അടുത്ത് വരുന്നത് എന്താണ്? ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടിട്ട് 15 ദിവസം സമയം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറയും അത് ഇപ്പം അത്ര സമയത്ത് പ്രശ്നമാവില്ലേ? അത് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അവര് പിന്നെ പ്രശ്നങ്ങളാകും, കമ്പനി പൂട്ടിക്കും. അപ്പൊ ഞാൻ ആ 15 ദിവസം കൊണ്ട് ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കുകയാണ്. പക്ഷെ ഇത് അവരൊക്കെ എന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കൊടുത്തതാണ്. പക്ഷെ അതിനാണ് അവർ പറയുന്നത് തെളിവുണ്ടോ. ഇപ്പൊ ഒരുമിച്ച് നിൽക്കുന്ന എന്റെ സുഹൃത്താന്ന് പറഞ്ഞ ആളെടുത്ത് ഞാനത് അവിടെ പിന്നെ ഇടപാട് തീർക്കുന്ന പറയുന്ന സമയത്ത് എനിക്കെന്താ മുദ്രപത്രത്തിൽ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ഞാനും ഒരു കോടതിയിൽ തെളിയിക്കാൻ കഴിയും. ഉറപ്പാണ്. അതിനെല്ലാ തെളിവ് എന്റെ കയ്യിലുണ്ട്. നല്ല ആത്മവിശ്വാസമാണ്. എല്ലാ ആത്മവിശ്വാസമാണ്. ക്യാമറമാൻ മുനീറിനൊപ്പം രജിത് കാര്യത്തിൽ ന്യൂസ് സ്റ്റോറി.